നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഒരുപാട് സഹായത്തിന്റെ പ്രവാഹമാണ്. ഈ ഫണ്ടുകളൊക്കെ ഇവിടെ മേടിച്ച് വെച്ചാൽ ഞങ്ങൾ കോടികൾ ഇവിടെ വെക്കാനുള്ള പൈസ ഉണ്ടാവും. ഇപ്പം ആ രീതിയിൽ ആൾക്കാരാണ് നമ്മൾ ബന്ധപ്പെടുന്നത്. അതാണ് ഞാൻ പറയുന്നത്. ആൾക്കാരുടെ പേരുകളൊന്നും നമുക്ക് വെളിപ്പെടുത്താൻ താല്പര്യമില്ല. ആ രീതിയിലുള്ള ആൾക്കാരാണ് നമ്മൾ ബന്ധപ്പെടുന്നതും ഏത് രീതിയിലുള്ള സഹായത്തിനും എല്ലാ സ്ഥലങ്ങളിലും ചെന്നിട്ട് ഞങ്ങളെ അതായത് ഒരു ദാരിദ്ര്യം പോലെ പറഞ്ഞു നടക്കും. ഞാൻ എത്രയോ പ്രാവശ്യം കാല് പിടിച്ച് ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു നടക്കരുത്, ഞങ്ങൾക്ക് നാളെ ജീവിക്കാനുള്ള പുറത്ത്. പക്ഷെ ഒന്നും കേൾക്കുന്നില്ല. ഞാൻ വേണേൽ എൻ്റെ തെളിവുകളടക്കം വാട്സപ്പിൽ ഞാൻ കാണിച്ചു തരാം. ഇതിലൊക്കെ പറയുന്നത് ഈ കുടുംബത്തിനെ ഇവരെല്ലാം പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്നതിനോട് ഈ ഫണ്ട് 77 രൂപ ഒന്നും അവന് തികയാത്ത ആകെ ആ ഒരു കമ്പനി കയറിയിട്ടുണ്ട് 1 കൊല്ലം 3 മാസമായിട്ടുള്ളൂ. എല്ലാവരോടും പറഞ്ഞു നടക്കുന്നത് ആകെ 1 വർഷമായിട്ടുള്ളൂ. ആ 1.5 വർഷമായിട്ടു. ഞങ്ങൾ എല്ലാവരും പഠിത്തം കഴിഞ്ഞിട്ട് 3-4 വർഷമായി. പക്ഷെ എല്ലാവരോടും സെന്റിമെന്റ്സിന് വേണ്ടിയിട്ട് ഇല്ലാത്ത കള്ളത്തരങ്ങൾ പറഞ്ഞ് ആ സെന്റിമെന്റ്സിന്റെ മുകളിൽ കയറി ജീവിക്കുക. അല്ല, അദ്ദേഹം ജീവിക്കുന്നു, അതെല്ലാം അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ. പക്ഷെ നമ്മളെ കോട്ട് ചെയ്തുകൊണ്ട്, കുടുംബത്തിനെ കോട്ട് ചെയ്തുകൊണ്ട് ഇനി ഒരു വൈകാരികത അദ്ദേഹം സൃഷ്ടിക്കരുത്. ദയവ് ചെയ്ത് നിർത്തണം. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അത് നിയമപരമായിട്ട് പോകേണ്ടി വരും. കാരണം ഞങ്ങൾ കുറെ ബന്ധപ്പെട്ട് നേരിട്ട് നിർത്താൻ വേണ്ടിയിട്ട് നിൽക്കുന്നില്ല. അതുകൊണ്ട് മാത്രം ഞങ്ങൾ ഈ കഴിഞ്ഞ 3 ദിവസം ഞങ്ങൾ നേരിട്ട് ബന്ധപ്പെട്ട് നിർത്താൻ വേണ്ടിയിട്ട്, പക്ഷെ നിർത്തുന്നില്ല. ഓരോ ദിവസം പുതിയ 3 യൂട്യൂബ് ചാനൽ പിന്നെ ഞങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മൂപ്പരാൾക്ക് അറിയാത്ത ഏതൊരു നമ്പറിൽ നിന്ന് കോൾ വന്നാലും അത് മറ്റൊരാൾ വീഡിയോ എടുക്കും. എന്നിട്ട് അത് സ്പീക്കറിൽ ഇട്ടിട്ട് ഇങ്ങനെ ഒരു സെന്റിമെന്റ്സ് ഓഡിയോ പോലെ ആക്കിയിട്ട് നന്ദി പറയുന്ന വീഡിയോസ് അതിങ്ങനെ ഡെയിലി ഇട്ടുകൊണ്ടിരിക്കുക. ഇതൊക്കെ ഏട്ടോണ്ട് സ്നേഹം ഉണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ല. അയാളെ മനാഫ്ഖാന്റെ സംബന്ധിച്ച് അയാളെ കാര്യം എന്തായിരുന്നു? അർജുനെ കണ്ടെത്തുക, ലോറി കണ്ടെത്തുക, പിന്നീടുള്ള അയാളെ പേഴ്സണലായിട്ട് കാര്യം. പക്ഷെ ഞങ്ങളുടെ കോട്ട് ചെയ്തരുത്, കുടുംബത്തിനെ മറ്റുള്ളവർ മുന്നിൽ വ്യക്തിഹത്യ ചെയ്തരുത്. അത് തന്നെ പറയാനുള്ളത്. അതായത് അതിന് കുടുംബത്തിന് സാമ്പത്തിക സഹായമായിട്ട് വരുന്ന കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അത്തരത്തിലുള്ള റിക്വസ്റ്റ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടാകും ഇല്ല. അല്ല, ഇപ്പൊ പല ഫണ്ടുകളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം ഇതൊന്നും ഞങ്ങൾ അറിവുകൂടല്ല. ഞാൻ ഇപ്പോഴും പറയണം, അർജുന്റെ പേരിൽ പണം ലഭിച്ചിട്ടുണ്ട്. അത് എന്നെ വിളിച്ച് പറഞ്ഞിട്ട് അതിന്റെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പണം ലഭിച്ചിട്ടുണ്ട്, അത് ഇവിടെ ഇടാം. പക്ഷെ അങ്ങനെ ഒരു പണം സ്വീകരിക്കുമ്പോൾ നമ്മളോടല്ലേ ചോദിക്കേണ്ടത്? ഞങ്ങൾ കുറെ തവണ പറഞ്ഞാണ് ഞങ്ങൾ പൈസന്റെ ആവശ്യമായിട്ട് മറ്റൊരാളോട് സംസാരിക്കേണ്ടതാണെങ്കിലും നമ്മളോട് ചോദിക്കണ്ടേ? വേണോ ചോദിക്കണ്ടേ? നമുക്ക് അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ വൈകാരികതയെ വിൽക്കുന്നു എന്ന് പറയാൻ. പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞങ്ങൾ ഇതുവരെ ആരോട് പണം ആവശ്യപ്പെട്ടില്ല. ഒരാൾ പോലും ഈ പറയുന്ന വ്യക്തിക്ക് പണം കൊടുക്കരുത്. ഞങ്ങൾക്ക് പണത്തിന് ഇപ്പോൾ നിലവിൽ ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ സംവിധാനങ്ങളാണെങ്കിൽ കൃഷ്ണപ്രിയയ്ക്കും ജോലി കൊടുത്തു, മകന് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തു. മറ്റെല്ലാം സംവിധാനം എല്ലാ സാധാരണക്കാരെ വീട്ടിലുള്ള പോലെയുള്ള സംഭവം നമ്മളെടുത്തുള്ളൂ, നമ്മളെ വീട്ടിലുള്ളൂ. അതിൽ കൂടുതലായിട്ടുള്ള ഒരു ബാധ്യതയൊന്നും ഈ വീട്ടിലും ഇല്ല. ഇതെല്ലാം ഞങ്ങൾ മുന്നേറിക്കൊണ്ട് ഞങ്ങൾ ജീവിച്ച് ഞങ്ങളതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതിൽ മുന്നേറി പോകേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഞങ്ങളെ രീതിയിൽ വിട്ടുതരിക. ഞങ്ങൾക്ക് ജോലി സ്ഥലത്ത് പോകേണ്ടത് ആവശ്യമാണ്. എല്ലാവരും ജോലിക്ക് പോയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. മറ്റുള്ളവരുടെ മുന്നിൽ ഞങ്ങളൊരു പരിഹാസ്യ കഥാപാത്രമായി മാറാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് വിനീതമായിട്ട് അപേക്ഷിക്കാനുള്ളത്. ഇനി ഇതേപോലെ യൂട്യൂബ് ചാനലിന്റെ കാര്യം പറഞ്ഞു. മനാഫിന്റെ യൂട്യൂബ് ചാനലുണ്ട് അല്ലേ? മനാഫിന്റെ മറ്റ് ഇനി ഈ ഫണ്ട് സ്വീകരിക്കുന്നതോ അല്ലെങ്കിൽ ഈ വ്യക്തിപരമായിട്ട് അവഹേളിക്കുന്ന രീതിയിലുള്ള അർജുൻ, അതായത് ഇത് ഞങ്ങൾക്കെല്ലാം അച്ഛനാണെങ്കിലും നോക്കൂ, അച്ഛൻ പശുവിനെ വളർത്തിയിട്ടാണ് ഞങ്ങൾ ഈ കുടുംബം പോകുന്നത്. പിന്നെ ഇവർ ജോലിക്ക് പോകുന്നത്, അനിയത്തി ജോലി പോകുന്നത്, എൻ്റെ വൈഫ് ജോലി, ഞങ്ങളെല്ലാവരും ഇതൊന്നും ഇവിടെ പറയാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എങ്ങനെയാണെന്നൊന്നും. ഇനിയും ഇങ്ങനെയാണ് മുന്നോട്ടെങ്കിൽ ഞങ്ങൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകും.